നമ്മുടെ പാദത്തിലും കാലിലും ഒക്കെ ഇങ്ങനെ പച്ച നിറത്തിലോ കറുപ്പ് നിറത്തിലോ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വലുതായി തടിച്ച് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള വെയിൻ്റെ ഒരു അവസ്ഥയാണ് വെരിക്കോസ് എന്ന് പറയുന്നത്. ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. വെയിനിലൂടെ ബ്ലഡ് മുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് പോയി ഹാർട്ടിലെത്തിയിട്ട് ശുദ്ധമായി ആർട്ടറിയിലൂടെ എല്ലാ ഓർഗൻസിലേക്കും പോകുന്നതാണ് ഒരു നോർമൽ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെയിനിലൂടെ ബ്ലഡ് മുകളിലേക്ക് പോകുന്നതിന് തടസ്സം വരുന്നത് കൊണ്ടിട്ടാണ് നമ്മൾക്ക് വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകാനുള്ളതിന് വെയിന് ഹെൽപ്പ് ചെയ്യുന്നത് വാൾവ്സ് അല്ലെങ്കിൽ മസിലിൻ്റെ കോൺട്രാക്ഷൻസ് ഒക്കെയാണ്. ആ ഒരു മസിൽ കോൺട്രാക്ഷനും വാൾവിനും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് വെരിക്കോസിൻ്റെ പ്രശ്നം വരുന്നത്. ഇത് കൂടുതലും വരുന്നത് ഒരുപാട് സമയം നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക്, ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക്, അമിത വണ്ണമുള്ളവർക്ക്, പ്രഗ്നൻസി ടൈമിൽ, പ്രഗ്നൻസിക്ക് ശേഷം, അതേപോലെ തന്നെ പീരീഡ്സ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ സമയത്ത് മിക്കവാറും ഈ വെരിക്കോസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഭയങ്കര വേദന കൂടുതലായിരിക്കും. അതേപോലെ വാർദ്ധക്യത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മസിലിന് ഇലാസ്റ്റിസിറ്റി കുറയുന്നതനുസരിച്ചിട്ട് വെയിനിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷനിൽ ബുദ്ധിമുട്ട് വരികയും വെരിക്കോസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയിൽ വരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായ വേദനയായിരിക്കും. കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ കാല് കഴച്ചു വരുന്നത്, പിന്നെ നീരുണ്ടാവുന്നത്, പിന്നെ ചില കണ്ടീഷൻസിൽ ചൊറിച്ചിലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിത് ട്രീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചില കണ്ടീഷൻസിൽ ഇത് കൂടുതലായിട്ട് വെരിക്കോസ് അൾസർ പോലത്തെ കണ്ടീഷൻസ് വരാറുണ്ട്. ആയുർവേദത്തിൽ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് ഉള്ളിൽ കഴിക്കുകയും ഇപ്പം ഇൻ കേസ് അൾസർ പോലത്തെ സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വ്രണരോപണത്തിന് വേണ്ടിയിട്ട് അത് ഹീലാവാൻ വേണ്ടിയിട്ടുള്ള മരുന്നുള്ളിൽ കഴിക്കുക. അതേപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചികിത്സയാണ് ബ്ലഡ് ലെറ്റിങ് നമുക്ക് വെരിക്കോസ് വെയിൻ്റെ കേസിൽ നമുക്ക് ഔഷധ അട്ട ഉപയോഗിച്ചിട്ട് ബ്ലഡ് പല പല സമയങ്ങളിലായിട്ട് ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എടുത്തു കളയാം. അതേപോലെ സിരാവതം പോലത്തെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അതേപോലെ മോഡിഫൈഡ് ശൃംഖ ഉപയോഗിച്ചിട്ട് ബ്ലഡ് ലെറ്റിങ് ചെയ്യുന്ന ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ സഹായകമാണ് വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നത്.